ഓണ സെലിബ്രേഷന് ഞാൻ മുന്നേ ഇത് ചെയ്തതാണ് കേട്ടോ. ഓണത്തിൻ്റെ 10 ദിവസം അവധിക്ക് തുറക്കാമെന്ന് വെച്ചുകൊണ്ടിരുന്ന കേട്ടോ. ഇന്നല്ലേ ആദ്യത്തെ ദിവസം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് എല്ലാം ഉണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു മൂടിയും ആണ് കാണുന്നത്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് ഗൈസ്. ഞാൻ ഇതൊക്കെ കുറേ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാനൊരു പെന്നാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. സെക്കൻഡ് വൺ ഇതെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. എന്നാലും ഒരു ഷർട്ടിൻ്റെ ഒരു ടാഗാണ് കേട്ടോ. ഉള്ളത് ഒരു കുഞ്ഞ് നോട്ട് പാഡിൻ്റെ ആണെങ്കിൽ ഒരു കുട്ടി. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഇതിൻ്റെ റിയൽ ഇത് ഞാൻ പണ്ടൊക്കെ കാണുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഉള്ളതാണ് ഗൈസ്. ഇതെന്തോ ഗൈസ് എനിക്കൊരു അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ വാരിയിട്ടപ്പോൾ ഇതോടെയും വാരിയിട്ടാണ് കേട്ടോ. സെക്കൻഡ് വൺ നിങ്ങൾക്ക് പേടിയാണെന്ന് അറിയത്തില്ല ഗൈസ്. സെക്കൻഡ് വണ്ണ് അങ്ങോട്ട് ഒരു പല്ലിയാണ് ഗൈസ്. റിയൽ പല്ലിയൊന്നും അല്ല കേട്ടോ, ഫേക്ക് പല്ലിയാണേ. കണ്ടോ. സെക്കൻഡ് വൺ ഇതെനിക്ക് ടോയിന്ന് കിട്ടിയതാണ് കേട്ടോ. മറ്റേ എഗ്ഗെന്ന് മിസ്റ്റർ എഗ്ഗ് എന്ന് പറയുന്ന ഗൈസ്. സെക്കൻഡ് വൺ ഗൈസ് ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. കൊമ്പുണ്ട്, തുമ്പിക്കായ് മാത്രമല്ല, എന്തോ ഒരു ആനയാണെന്ന് മനസ്സിലായി. ഇതും വെച്ച് ഞാൻ ഒരു സൂത്രം കാട്ടാവേ. കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ സാധനമാണ് കേട്ടോ. സെക്കൻഡ് വൺ ഉള്ളത് വേറൊരു മൃഗമാണ് കേട്ടോ. മൃഗമല്ല, ഒരു പക്ഷിയാണ്. ഇതും കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. കണ്ടോ ഗൈസ്, നോക്കൂ. ഇത് ഈ കുഞ്ഞി കൊക്ക് കണ്ടോ, ഇതിലാണ് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൈ നിൽക്കും കേട്ടോ. ആ സാധനമാണ്. പിന്നെ ഗൈസ് ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. നെയിൽ പോളിഷ് തെളിയോന്നൊന്നും അറിയത്തില്ല. ചെറുതായിട്ട് തെളിയും കേട്ടോ, ചെറുതായിട്ട് തെളിയും. സെക്കൻഡ് വൺ പിന്നെ ഉള്ളത് ഒരു പംകിൻ പോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. എൻ്റെ ഗൈസ് ഇതുപോലെയാണ് കേട്ടോ. പിന്നെ ഉള്ളതാണ് പിന്നെ ഗൈസ് ഇത് കിൻഡർ ജോയിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ കുറച്ച് കാർഡ്സ് ഉണ്ട് കേട്ടോ. ഈ കാർഡ്സ് മൊത്തം തപ്പി പിടിച്ച് ഇങ്ങനെ ചെയ്യണ്ട. ഇത് കളിക്കാനുള്ളത് സാധനമാണ്. പിന്നെയാണ് ഗൈസ് നമ്മുടെ മെയിൻ ഐറ്റം. അതിനകത്ത് 2 സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാട്ടിത്തരാവേ. ഇതിങ്ങനെ തുറന്നിട്ട് ഗൈസ് നോക്ക്, രത്നക്കല്ലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഒരു ശില്പത്തിൻ്റെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് എനിക്കിത്. നല്ല രസമല്ലേ. ഈ സാധനം കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം ഇവിടെയാ പോയി. അവസാനം ഇത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, നല്ല ഇതും കൊണ്ട് കളിക്കാനൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും എങ്ങനെ ഇട്ട് വെക്കാവേ. ഇട്ട് വെക്കാം. സെക്കൻഡ് വേണമുള്ളത് പിന്നെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ. നോക്കട്ടെ. സെക്കൻഡ് വൺ 2 ബുഷുണ്ട് ഗൈസ്. ബട്ടൺസ് എല്ലാം ഇറങ്ങിയിരുന്നു. 2 ബുഷ്. പിന്നെ ഉള്ളൊരു ക്ലിപ്പാണ് കേട്ടോ. എൻ്റെ ഒരു ക്ലിപ്പാണ്. ഇനി അകത്തുണ്ട്. പിന്നെയുള്ള ഗൈസ് ഇതെൻ്റെ കൂട്ടുകാരി 3ാം ക്ലാസ്സിൽ വെച്ച് തന്ന സാധനം കേട്ടോ. ഇതെല്ലാം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു. പേര് ഞാൻ പറയുന്നില്ല തൽക്കാലത്തേക്ക്. ഇത് ഗൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ പേപ്പർ സോപ്പാണ്. മസാവേ ചോക്ക് ഇതാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചുകൂടെ കിട്ടിയതൊക്കെ കാണില്ല. ബട്ടൺസ് ഇത് കണ്ടോ ഗൈസ്. ഇത് മാലേൻ്റെ ലോക്കറ്റാണ്. മാലയും ലോക്കറ്റും ചേർന്നൊരൈറ്റമാണ് കേട്ടോ. മാലയും ലോക്കറ്റും ചേർന്നൊരൈറ്റമാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ടാറ്റാ. അടുത്ത വീഡിയോ കാണാം.